അല്പസമയം മുൻപ് പി വി അൻവർ തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. UDF-ലേക്ക് ഇല്ല, നിലമ്പൂരിൽ മത്സരിക്കില്ല. VD സതീശൻ നയിക്കുന്ന മുന്നണിയിലേക്കില്ല എന്നും തന്നെ എല്ലാവരും കൂടി ചവിട്ടി മൂലക്കിരുത്തിയെന്നും പി വി അൻവർ പറഞ്ഞു. UDF-ലുള്ള വിശ്വാസം നഷ്ടമായി. താനില്ലാതെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാണ് എന്ന് പി വി അൻവർ ചോദിച്ചു. ഞാനിനി അതിലേക്കില്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. ഞാനിനി ഇല്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല, പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരി, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷേ എനിക്ക് ശേഷിയില്ല. നിലമ്പൂരിൽ മത്സരിക്കാനുള്ള പണം തന്റെ കയ്യിലില്ലെന്ന് പി വി അൻവർ പറഞ്ഞു. പണം സമാഹരിച്ച് തരാൻ കഴിയുന്നവർ ഒപ്പമില്ല, എല്ലാവരും ചേർന്ന് തകർത്ത് തരിപ്പണമാക്കി. തനിക്കൊപ്പമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്നും പി വി അൻവർ പറഞ്ഞു. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ 5 പൈസ ഇല്ല. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറൊന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ടായ അനിശ്ചിതത്വത്തിന് വിരാമമായിരിക്കുന്നു. താൻ മത്സരിക്കാനില്ല, UDF-ലേക്കില്ല. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ് പി വി അൻവർ. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ പി വി അൻവർ തുടർന്ന് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല. ഇവിടെ പ്രചാരണ രംഗത്ത് പോലും അദ്ദേഹം ഉണ്ടാകുമോ എന്നതിൽ സംശയമുണ്ട്. കാരണം പിണറായി സയത്തിനെതിരായ പോരാട്ടം തുടരുമെന്ന് പറയുമ്പോഴും ഇനി മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യൂ, ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം എന്ന് പറയുകയാണ്. താൻ വീട്ടിലും അങ്ങാടിയിലും പോയിരിക്കുകയാണ് എന്ന് പറയുന്നു. അതായത് പ്രചാരണ രംഗത്ത് പോലും താൻ ഉണ്ടാകില്ല എന്നതിൻ്റെ സൂചനയാണോ അത്? അനുജ, ഒരാഴ്ചയായി നിൽക്കുന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ അതൊന്നും തന്നെ ഫലം കാണാതെ ഇപ്പോൾ കൂടുതൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് അതിലൊരു തീരുമാനമായിരിക്കുന്നു. UDF-ലേക്കില്ല എന്നുള്ളത് പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. അത് പലപ്പോഴും വൈകാരികമായി പോയി. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ടുള്ള ആളാണ്, അതിനപ്പുറത്തേക്കുള്ള ആളാണ് VD സതീശൻ എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ UDF-ലേക്കുള്ള തൻ്റെ പ്രവേശനം അത് മുടക്കിയത് VD സതീശൻ മാത്രമാണ്. പാണക്കാട് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ പഠിച്ച പടി 18 നോക്കി KC വേണുഗോപാൽ ഇടപെട്ടു. പക്ഷേ എന്നിട്ടും ആള് അയയുന്നില്ല. ഒരാൾ മാത്രമാണ് അതിന് വിലങ്ങ് തടിയായി നിന്നത്. അതോടുകൂടിയാണ് ആ UDF പ്രവേശനം നടക്കാതെ പോയത്. താൻ പിണറായി സയത്തിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ കാര്യങ്ങളും പി വി അൻവർ എണ്ണിപ്പറഞ്ഞു. ഇതൊക്കെ തന്നെ അധിക പ്രസംഗിയാക്കി നിർത്തുകയാണ്. ആ അധിക പ്രസംഗമാണെങ്കിൽ UDF-ലെത്തിയാലും താൻ ആ അധിക പ്രസംഗം തുടരുക തന്നെ ചെയ്യും. അത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. വ്യക്തിപരമായി VD സതീശനുമായി യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് പിന്നിൽ ഒരു നിഗൂഢ ശക്തിയുണ്ടെന്ന് പറയുന്നു. ഈ 2 കാര്യങ്ങളിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. ഒന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് UDF-ലേക്ക് ഇനി ഇല്ല, ഒരു നേതാവും തന്നെ ഇനി വിളിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കൂടി ആ ചർച്ചകൾക്കൊടുവിലാണ് അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തേത്, ഇനി തൃണമൂൽ കോൺഗ്രസ്സായി മത്സരിക്കാനില്ല, പി വി അൻവർ മത്സരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു ഒരു വീണ്ടും വിചാരം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായേക്കാം. കാരണം അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പണമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ളൊരു ആസ്തിയില്ല, കോടികൾ ഇറങ്ങുന്ന തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ തനിക്ക് അതിന് മാത്രം പണമില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അതൊരു സഹതാപ ചിന്ത കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നീക്കം കൂടിയായിട്ട് അതിനെ വിലയിരുത്താം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പണം ലഭിക്കുകയാണെങ്കിൽ മത്സരിക്കാൻ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ്, കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പി വി അൻവർ കൂടി മത്സര രംഗത്തുണ്ടാകും. അതൊരു ത്രികോണ മത്സരം, വലിയ പോരാട്ടം തന്നെയായിരിക്കും. ആര്യടൻ ഷൗക്കത്ത് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാകാൻ പാടില്ല എന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായി തന്നെ പറയും. ഒപ്പം എം സ്വരാജിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. പിണറായി സയത്തിന്റെ വക്താവാണ്, എവിടെ ഈ സ്വന്തം നാട് എന്ന് പറയുമ്പോഴും കവളപ്പാറ ദുരന്തമുണ്ടായി, പ്രളയത്തിൽ വലിയ നഷ്ടം നിലമ്പൂർ മേഖലയിൽ ഉണ്ടായപ്പോൾ എം സ്വരാജിനെ കണ്ടിട്ടില്ല. അവിടെ പി വി അൻവർ ആയിരുന്നു നിൽക്കുകയും പണമിറക്കി അവിടുത്തെ ആളുകളെ സംരക്ഷിക്കുകയും ചെയ്തത് എന്നതുൾപ്പെടെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളിൽ ഇനിയിപ്പോൾ മത്സര രംഗത്ത് ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് തൃണമൂൽ കേന്ദ്രങ്ങൾ തന്നെ അത് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ചില അനുനയ നീക്കങ്ങളൊക്കെ ഇന്ന് രാവിലെ കൂടി, കാരണം UDF-ന്റെ ഒപ്പം നിന്ന് മത്സരിക്കണമെന്ന് നേതാക്കൾ പലപ്പോഴും പറയുമ്പോഴും അവർ ഈ അസോസിയേറ്റ് അംഗമാക്കാം എന്നുള്ളതാണ് മുന്നിൽ വെച്ചിരുന്നത്. അത് മെയ് 2-ാം തീയതി പറഞ്ഞതാണ്. അതിനുശേഷം താൻ ഈ
സീറ്റിൻ്റെ കാര്യത്തിൽ അടക്കം ഇപ്പോൾ സംസാരിച്ചു. ഘടകകക്ഷി അസോസിയേറ്റ് അംഗം മാത്രമാക്കിയാൽ മതി, പക്ഷേ 2 സീറ്റുകൾ, അത് കോൺഗ്രസ് തോൽക്കുന്ന 2 സീറ്റുകളായാലും കുഴപ്പമില്ല, മലമ്പുഴ സീറ്റായാലും കുഴപ്പമില്ല, അങ്ങനെ 2 സീറ്റുകൾ തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ അതും തരാൻ അവർ തയ്യാറായില്ല. ലീഗിൻ്റെ സീറ്റല്ല തനിക്ക് വേണ്ടത്. താൻ ഈ നിലമ്പൂരിൽ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ സീറ്റാണ്, കോൺഗ്രസിന് വേണ്ടിയാണ് താൻ ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് തനിക്ക് വാഗ്ദാനം ചെയ്യാൻ പറഞ്ഞു. ആ കാര്യത്തിലേക്കും ഒരു സമവായം എത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ വാലും തലയുമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ പോകുമ്പോൾ തന്നെ അടിച്ചിരുത്തി ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. അതിന് നിന്ന് തരില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകൾ പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മത്സരിക്കാൻ ഇപ്പോഴില്ല എന്നാണ് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അനുജ, അതാണ് മത്സരിക്കാനില്ല എന്ന് പറയുന്നു. പക്ഷേ പണമില്ലാത്തത് കൊണ്ടാണ് മത്സരിക്കാനുള്ള ആഗ്രഹം ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയും അദ്ദേഹം നൽകുന്നുണ്ടായിരുന്നു. ഇനിയും ഒരുപക്ഷെ മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. ബി ദിലീപ് കുമാർ കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, ഇതിപ്പോൾ പി വി അൻവർ ഫാക്ടർ എന്നുള്ളത് പൂർണ്ണമായും അവിടെ ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല എന്ന് UDF-ഉം LDF-ഉം ഒരുപോലെ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടോ എന്നുള്ളതിലൊക്കെ നമുക്ക് സംശയമുണ്ട്. 2 തവണ അദ്ദേഹം അവിടെ ജയിച്ച് കയറിയതാണത് LDF-ന്റെ പിന്തുണയോടെയാണ് എങ്കിൽ പോലും. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി അവിടെ കുറച്ച് അണികളും വോട്ടുകളും ഉണ്ടോ എന്ന ചോദ്യമുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്തും പഞ്ചായത്ത് ഭരണമൊക്കെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ അത് LDF-ൽ നിന്ന് കൈക്കലാക്കി UDF-ന് നൽകുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഈ പ്രചാരണ രംഗത്ത് പോലും ഉണ്ടാകില്ല എന്നതിന്റെ സൂചനയാണെന്ന് തോന്നുന്നു ഇന്ന് നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്നുള്ളത് തന്നെ അവസാനിച്ചു എന്ന് നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തോടെ കണക്കാക്കാൻ കഴിയുമോ? അനുജ, പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഘടകകക്ഷിയാക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് നേതാക്കൾ കൈക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുള്ള നേതാക്കളുണ്ടായിരുന്നു. കെ സുധാകരനെ പോലുള്ളവർ പി വി അൻവറിനെ മലപ്പുറത്ത് പോയി, മഞ്ചേരിയിൽ പോയി കണ്ട് ചർച്ച നടത്തിയതാണ്. പക്ഷേ അത്തരം നേതാക്കൾ കോൺഗ്രസിൽ വളരെ വിരളമാണ്, ന്യൂനപക്ഷമാണ് എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ, അതിനുശേഷമുണ്ടായിട്ടുള്ള സ്ഥിതിഗതികളൊക്കെ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി എന്ന് വേണം കരുതാൻ. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് അത്തരമൊരു നിലപാടിലേക്ക് എത്തിച്ചതിൽ പി വി അൻവറിനും ഒരു മുഖ്യ പങ്കുണ്ട്. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷവും ആര്യാടൻ ഷൗക്കത്തിനെതിരായ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് 2 മാസം മുമ്പ് വരെ അവിടെ ഇടതു സ്വതന്ത്രനായി മത്സരിക്കാൻ കുപ്പായം തുന്നിയിരുന്ന ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന നിലയിലുള്ള പരാമർശങ്ങൾ പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ചില പരാമർശങ്ങൾ സ്ഥാനാർത്ഥിക്കെതിരായി നടത്തിയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പി വി അൻവറിനോട് ഇനി ഒരു വിട്ടുവീഴ്ച വേണ്ട, ആദ്യം ആ പരാമർശങ്ങൾ പിൻവലിക്കട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് ആ സമയത്തൊക്കെ തന്നെ കോൺഗ്രസിലെ യുവ നേതാക്കൾ പി വി അൻവറിനെതിരായ നിലപാട് സ്വീകരിച്ചിരുന്നതാണ്. ആ നേതാക്കളും അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ അനിശ്ചിതത്വം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്.